നമസ്കാരം. പെൺകുട്ടികൾ സൂക്ഷിക്കുക. കാരണം കേവല ഇൻസ്റ്റാഗ്രാം റീച്ചിനായി തട്ടാതെ മുട്ടാതെ യാത്രകൾ ചെയ്തിട്ടും ഈ പുരുഷൻ എന്നെ ഉരുമി, എന്നെ തൊട്ടു എന്ന കള്ളക്കഥകൾ വീഡിയോകളാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഇനി കഥ മാറും. തൃശൂർ ജില്ലാ കലോത്സവം വിധി നിർണയത്തിനായി എന്നെക്കാൾ കുറച്ച് പ്രായം കൂടിയ എൻ്റെ ഒരു മാന്യ സുഹൃത്തിനൊപ്പം കൊല്ലത്ത് നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. റിസർവേഷനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് കൊല്ലം കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു. അദ്ദേഹം ഉടൻ എഴുന്നേറ്റ് എൻ്റെ അടുത്തെത്തി. എന്നോട് പറഞ്ഞു, ബിജു, എനിക്ക് ആ സീറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. തൃശ്ശൂരിൽ എത്തിയ ശേഷമാണ് ഈ സുഹൃത്ത് കാര്യം പറഞ്ഞത്. ഇപ്പോഴുള്ള കാലം അത്ര നന്നല്ല. നമ്മുടെ കൈ അറിയാതെ ഒന്ന് മുട്ടിയാൽ ചില പെൺകുട്ടികൾ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. മാനം പോകില്ലേ? ഈ യാത്രയ്ക്ക് ശേഷം ഞാൻ കണ്ട ചില വീഡിയോകൾ അദ്ദേഹം പറഞ്ഞത് 101% ശരിയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രിയിൽ നിന്നിരുന്ന ഒരു സ്ത്രീയെ ചിലർ നോക്കിയെന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരമ്മച്ചി അസഭ്യത്തോടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് ഇന്ന് ഞാനൊരു പീഡന വീഡിയോ സെറ്റ് ചെയ്തിരിക്കും എന്ന കൃത്യമായ പ്ലാനിൽ മറ്റൊരു പെൺകുട്ടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ദേഹത്ത് ആരാണ് സ്പർശിക്കുന്നത്, ആ രീതി ശരിയല്ലെങ്കിൽ കൃത്യമായി അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അയാളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണം. അതല്ലാതെ 2 പേർക്ക് പോലും നന്നായി ഇരിക്കാൻ കഴിയാത്ത, റോഡ് നിറയെ കുണ്ടും കുഴികളും ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങിയും തെറിച്ചും പോകുന്ന KSRTC ബസ്സുകളിലും 4 പേർക്ക് ഇരിക്കാവുന്നിടത്ത് 6 പേർ ഇരിക്കുന്ന ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലുമൊക്കെ പുരുഷന്റെ വിരൽ ഒന്ന് സ്പർശിച്ചു പോയി എന്നത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഇനി മുതൽ കുടുങ്ങുന്നത് തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും. KSRTCയിലും ട്രെയിനിലും എന്നല്ല, കേരളത്തിന്റെ സർവ്വ കോണുകളിലും CC ക്യാമറകളുണ്ട്. നീതിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്യാമറ ഒന്ന് പരിശോധിച്ചാൽ, നിങ്ങളോട് നയപരമായി 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് മനസ്സിലാകും ഇത് നിങ്ങളുടെ കപട നാടകമാണോ, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന്. ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകേണ്ടി വരുന്ന തുക അത് നിസ്സാരമായിരിക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ അതും കോടതി തീരുമാനിക്കും. യാത്രകളിൽ എന്നല്ല, ഏത് പാതിരാ സഞ്ചാരത്തിലും നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കണം. അത് തന്നെയാണ് നാടിന്റെ യഥാർത്ഥ വികസനവും. പക്ഷേ ഞെങ്ങി യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിന്റെ റീച്ച് കൂട്ടാനായി അങ്ങോട്ട് പോയി മുട്ടിയിട്ട് എന്നെ പീഡിപ്പിച്ചേ, എന്റെ വിരലിൽ ഇയാൾ തൊട്ടേ എന്നൊക്കെ ആക്രോശിച്ച് സംഭവത്തിന് മിനിറ്റുകൾക്ക് മുൻപേ ക്യാമറ ഓൺ ചെയ്ത് താൻ ആരാണെന്ന് അറിയാതിരിക്കാൻ മാസ്ക് ധരിച്ച് ഇത്തരം കപട പീഡന നാടകം ഇനി കളിക്കാൻ ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ, ഇന്നലെ വരെ നിങ്ങളെ പിന്തുണച്ച സദാചാര പോലീസ് ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്കെതിരായി പ്രതികരിക്കുമെന്ന കാലമാണ് ഇനി അങ്ങോട്ട്. നിങ്ങൾ അപമാനിച്ച് ആസ്വദിക്കുന്ന പുരുഷനും മനുഷ്യഗണത്തിൽപ്പെടുന്നതാണ്. അയാൾ അച്ഛനും ഭർത്താവും സഹോദരനും ഒക്കെയാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവത്തിനെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ മാനം കെടുത്തി നിങ്ങൾക്ക് ലഭിക്കുന്ന കേവല ലൈക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ സൂചന അടയാളങ്ങൾ ആണെന്ന് ഇനിയെങ്കിലും ഓർക്കുക. നമ്മുടെ പെൺമക്കളെ ചെറുപ്രായം മുതൽ പരിശീലിപ്പിക്കണം അനാവശ്യമായ പുരുഷ സ്പർശനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ. ഒപ്പം ഗൗരവപൂർവം ഒരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലെ നൈമിഷിക ഉയരത്തിനായി തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടരുതെന്ന്.